സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ സഹകരണ കരാറായിരുന്നു പോയ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ത്യയിൽ ഉൾപ്പെടെ വിവിധ ലോകമാധ്യമങ്ങളിൽ ഇത് പ്രധാന വാർത്തയായി മാറി. ഇന്ത്യയുടെ ആശങ്കയ്ക്കൊപ്പം യുഎസിനും ഇതേ വിഷയത്തിൽ ആശങ്കയുണ്ട്. എന്താണ് ഈ കരാറിൻ്റെ പശ്ചാത്തലം? ഇസ്രായേലുമായി ഈ കരാർ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു? പുതിയ സാഹചര്യത്തിൽ കരാറിലൂടെ സൗദി അറേബ്യ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഖത്തറിലെ US ആക്രമണത്തിന് പിന്നാലെ അത്ര സുഖകരമല്ല ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഉള്ള്. ഓരോ ഗൾഫ് രാഷ്ട്രങ്ങളും യുഎസുമായുള്ള ബന്ധത്തെ സംശയിക്കുന്ന സ്ഥിതിയിലേക്ക് ആക്രമണം എത്തിച്ചു. പരമ്പരാഗതമായി US സുരക്ഷാ കരാറുകൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് സുരക്ഷാ കവചമൊരുക്കുമെന്നാണ് അവർ കരുതിയത്. പക്ഷേ ഹമാസ് നേതാക്കളെ പാർപ്പിച്ചെന്ന് പറഞ്ഞ് അവരുമായി ചർച്ച നടത്തിയ ഇസ്രായേൽ അവരെ കൊല്ലാനായി ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് വലിയ പിരിമുറുക്കം ഗൾഫ് രാഷ്ട്രങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. സാമ്പത്തികമായും സുരക്ഷാപരമായും ഇസ്രായേലിനെ പോലെ ഉള്ളുടഞ്ഞ അവസ്ഥയിലല്ല ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകാനും അവർക്ക് താല്പര്യമില്ല. വീഴുന്ന ഒറ്റ മിസൈൽ മേഖലയിലെ വ്യാപാര വാണിജ്യ സാമ്പത്തിക താല്പര്യങ്ങളെ തകർത്തു കളയും. അതുകൊണ്ടാണ് ഗൾഫ് തിരിച്ചടിയിലൂടെ മേഖലയിൽ ഒരു യുദ്ധത്തിന് സാഹചര്യം ഒരുക്കാത്തത്. പക്ഷേ ഖത്തറിന് നേരെയുള്ള ആക്രമണം ഒരു വഴിത്തിരിവും വെളിപാടുമാണ്. ഞങ്ങളില്ലാതെ ഗൾഫ് രാഷ്ട്ര നേതാക്കൾക്ക് ഉറങ്ങാനാകില്ലെന്ന് ഇലക്ഷൻ ക്യാമ്പയിനിൽ തന്നെ ട്രംപ് ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളായി യുഎസുമായി തന്ത്രപ്രധാന ബന്ധം ഗൾഫിനുണ്ട്. അതുകൊണ്ടാണ് അധികാരമേറ്റയുടൻ ട്രംപ് ഗൾഫിലേക്ക് പറക്കുന്നതും. ബില്യൺ ഡോളറുകളുടെ US പ്രതിരോധ സാമഗ്രികൾ വാങ്ങിയിട്ടും ഇസ്രായേലിന്റെ കാര്യം വരുമ്പോൾ US മറ്റു സൗഹൃദങ്ങളെല്ലാം മറക്കും. അതാണ് ഖത്തർ ആക്രമണത്തിൽ കണ്ടത്. US ഭരണത്തിലും അധികാര കേന്ദ്രങ്ങളിലും പിടിമുറുക്കിയ സയനിസ്റ്റ് ലോബിയെയും യുഎസിനെയും വേർപിരിക്കുക സാധ്യമല്ലെന്ന് ട്രംപിനും അറിയാം. യുഎസിന്റെ നിലപാടുകൾ അത് തെളിയിച്ചതാണ്. ഖത്തർ ആക്രമണത്തോടെ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് യുഎസുമായുള്ള ബന്ധം ഒഴിവാക്കാനൊന്നുമാകില്ല. അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാൻ US ഇടപെടലുണ്ടാകുമെന്നതാണ്. യുഎസിനൊപ്പം നിൽക്കാത്ത പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അത് പ്രകടമായി കാണാം. ഇതിനാൽ അണിയറയിൽ സൗദി ഉൾപ്പെടെ പുതിയ പങ്കാളികളെ കൂടി ചേർത്ത് പിടിക്കുന്നത് കാണാം. ഇത് സൈനിക നീക്കങ്ങൾക്കാകില്ല, പകരം പ്രതീകാത്മകമായി യുഎസിന് മറുപടി നൽകുകയാകാം സൗദിയുടെ ലക്ഷ്യമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. ഇതിലെ ആദ്യ നീക്കമായിരുന്നു സൗദിയും പാകിസ്ഥാനും ഒപ്പുവെച്ച പ്രതിരോധ സഹകരണ കരാർ. ട്രംപിന്റെ സന്ദർശനത്തിന് ശേഷം ഒരു ഭരണാധികാരിക്ക് ലഭിച്ച മികച്ച സ്വീകരണമാണ് കഴിഞ്ഞയാഴ്ച സൗദിയിലെത്തിയ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ലഭിച്ചത്. സൗദി അറേബ്യയുടെ F-15 യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടെ എത്തിയ അദ്ദേഹത്തെ സൗദി കിരീടാവകാശി സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെന്റാണ് ലോകശ്രദ്ധ നേടിയത്. ഇസ്ലാമിന്റെ 2 പുണ്യസ്ഥലങ്ങളുടെ കാവലാളായ സൗദി അറേബ്യയും മുസ്ലിം ലോകത്തെ ഏക ആണവശക്തിയായ പാകിസ്ഥാനും തമ്മിലുള്ള ഈ കരാർ മേഖലയിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. മിഡിൽ ഈസ്റ്റിലെ മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യം ഇതിൽ നിർണായകമാണ്. ഏതെങ്കിലും രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്നാണ് പാക് സൗദി കരാറിന്റെ ഉള്ള്. പാകിസ്ഥാനുമായി സൗദി അറേബ്യക്ക് അതിന്റെ ജന്മം മുതലേ ബന്ധമുണ്ട്. 1947 പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അതിനെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. 1951 ട്രീറ്റി ഓഫ് ഫ്രണ്ട്ഷിപ്പ് മുതൽ ഇരു രാജ്യങ്ങളും രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക മേഖലകളിൽ ദൃഢമായ സഹകരണം പുലർത്തുന്നുണ്ട്. പാകിസ്ഥാനിലെ അസ്ഥിരതകളോ അട്ടിമറികളോ സൗദിയെ ബാധിക്കാറില്ല. മാറി മാറി വന്ന ഭരണാധികാരികളുമായി അവർ മികച്ച ബന്ധം പുലർത്തിപ്പോരുന്നുണ്ട്. സാമ്പത്തികമായി തളരുമ്പോൾ ഡോളറായും ക്രൂഡ് ഓയിലായും പാകിസ്ഥാനിൽ അവർ സഹായമെത്തിച്ചു. 1967 മുതൽ പാകിസ്ഥാൻ 8000-ലധികം സൗദി സൈനികർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. 1982 കരാർ പാക് സൈനികരുടെ സൗദിയിലെ നിയോഗവും പരിശീലനവും ഉറപ്പാക്കുകയും ചെയ്തു. ഈ ബന്ധങ്ങൾക്കപ്പുറം ഇപ്പോൾ ചർച്ചയായത് പാകിസ്ഥാന്റെ ആണവ സ്വാധീനവും അത് സൗദിയുമായി പങ്കുവെക്കുമോ എന്നുള്ളതുമാണ്. പങ്കുവെക്കുമെന്നാണ് പാകിസ്ഥാന്റെ മറുപടി. സൗദി അറേബ്യയും യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ ആണവായുധം ലക്ഷ്യമില്ലെന്നും രാഷ്ട്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2024 ബോബ് വുഡ്വാർഡിന്റെ വാർ എന്ന പുസ്തകത്തിൽ ആണവ ബോംബിന്റെ ആവശ്യം സൗദി അറേബ്യക്കില്ലെന്നും
അത് വേണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ലഭിക്കുമെന്ന് സൗദി കിരീടാവകാശി അമേരിക്കൻ സെനറ്റർ ലിൻഡ്സേ ഗ്രഹാമിനോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ വ്യാഖ്യാനങ്ങൾ പലതാണെങ്കിലും ആണവ വ്യാപന പദ്ധതിയല്ലെന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാനുമായുള്ള സൗദിയുടെ കരാർ ചർച്ചയാകാൻ മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അസ്വസ്ഥമായി നിൽക്കുന്ന ഇന്ത്യ പാക് ബന്ധമാണതിന് കാരണം. ഇരു രാജ്യങ്ങളെ ആര് ആക്രമിച്ചാലും കൂടെയുണ്ടാകുമെന്ന പാക് സൗദി കരാറിലെ സുപ്രധാന ഭാഗം ചൂണ്ടിക്കാട്ടിയാണ് ദേശീയ മാധ്യമങ്ങളിൽ ഇങ്ങനെ കവറേജ് വന്നത്. ഇതിന് പിന്നാലെ ഇന്ത്യയും പ്രതികരിച്ചു. കരാർ ദേശസുരക്ഷയ്ക്കും പ്രാദേശിക ആഗോള സ്ഥിരതയ്ക്കും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ പഠിക്കുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത്. സൗദി ഇന്ത്യക്കെതിരാകുമോ എന്ന അധിക വായനയും ഇപ്പോൾ നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തരം മുതലേ ഇന്ത്യയുമായി മികച്ച ബന്ധമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. സൗദി രാഷ്ട്ര സ്ഥാപകൻ ഇബ്നു സൗദിന്റെ മകനും ആദ്യ സൗദി രാജാവുമായ സൗദ് ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് തന്നെ നേരിട്ട് ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. 1955 നവംബർ 27 മുതൽ ഡിസംബർ 13 വരെ നീണ്ട 17 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം ചരിത്രമായിരുന്നു അത്. അതോടെ ഇന്ത്യ സൗദി ബന്ധത്തിന്റെ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. ഡൽഹിയും മുംബൈയും ഹൈദരാബാദും മൈസൂറും ഷിംലയും ആഗ്രയും അലിഗഡും വാരണാസിയുമെല്ലാം അന്ന് സൗദി രാജാവ് സന്ദർശിച്ചു. ഈ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി ഒപ്പിട്ട കരാറുകളാണ് ഇന്നും ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തിലെ ആണിക്കല്ല്. ഇന്ദിരാഗാന്ധിയാണ് സൗദി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം, എണ്ണ വ്യാപാരം, സാമ്പത്തിക സഹകരണം എന്നിവ അന്ന് ചർച്ച ചെയ്തു. ഈ കാലത്ത് ഇന്ത്യൻ തൊഴിലാളികളുടെ ഒഴുക്ക് സൗദിയിലേക്ക് വർദ്ധിച്ചു. പിന്നീട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലത്തോടെ ഇത് ശക്തമായി. പിന്നീടാണ് നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ 3 ടേമിലായി സൗദിയിലെത്തുന്നത്. ഈ വർഷമാണ് സൗദിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനം എത്തിയതെങ്കിലും പെഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ അദ്ദേഹം പെട്ടെന്ന് മടങ്ങി. $40 ബില്യൺ വ്യാപാരം, പ്രതിരോധ കരാറുകൾ എന്നിവയാൽ ശക്തമാണ് നിലവിൽ ഇന്ത്യ സൗദി ബന്ധം. സൗദിയിലേക്ക് പുതുതായി 600ഓളം കമ്പനികൾ നിക്ഷേപകരായി എത്തിയത് സമീപകാലത്താണ്. ഇതിനാലെല്ലാം തന്നെ ദേശീയ മാധ്യമങ്ങൾ പേടിപ്പെടുത്തും പോലെയുള്ള നീക്കം പാകിസ്ഥാനും സൗദിയും ഇന്ത്യക്കെതിരെ നടത്തില്ല. ഇന്ത്യയുമായുള്ള ബന്ധത്തെ ബഹുമാനത്തോടെ നിലനിർത്തിയതാണ് സൗദി അറേബ്യയുടെ പാരമ്പര്യം. ഇന്ത്യ തിരിച്ചും അതേ ബന്ധം തുടർന്നു പോരുന്നു. പക്ഷേ പാക് സൗദി കരാർ മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ സങ്കീർണമാക്കും. 2021-25 കാലയളവിൽ ബൈഡൻ ഭരണകൂടം പാകിസ്ഥാന്റെ ബാലിസ്റ്റിക് മിസൈൽ വികസനത്തിനെതിരെ 7 തവണ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. സ്വന്തം കയ്യിലുള്ള ആണവായുധത്തെക്കുറിച്ച് മിണ്ടാതെ പാക് മിസൈലുകളുടെ ആണവ വാഹന ശേഷിയെക്കുറിച്ച് ആശങ്കയും US അന്ന് പ്രസംഗിച്ചു. ഈ പശ്ചാത്തലത്തിൽ സൗദി പാക് കരാർ അമേരിക്കയിലും ശ്രദ്ധിക്കപ്പെട്ടു. പാകിസ്ഥാനുമായുള്ള കരാറിന് പിന്നാലെ സൗദി പ്രതിരോധ മന്ത്രാലയം എത്തിയ മറ്റൊരു രാജ്യം തുർക്കിയാണ്. തുർക്കിയുമായി പ്രതിരോധ സഹകരണത്തിന് സൗദി നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം ജനുവരിയിൽ സൗദി 100 തുർക്കി കാൻ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ തീരുമാനിച്ചിരുന്നു. $6 ബില്യൺ കരാർ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ സഹകരണത്തിനുള്ള ശ്രമങ്ങൾ. നാറ്റോ മാതൃകയിൽ ഗൾഫ് രാഷ്ട്രങ്ങളും അറബ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും നീക്കം നടത്തുന്നു എന്ന് വിലയിരുത്തലുകളുണ്ടായിരുന്നു. അത്തരം മാജിക്കുകൾ തൽക്കാലം പശ്ചിമേഷ്യയിൽ ഉണ്ടാകില്ല. അത്തരം നീക്കങ്ങൾ നടന്നാൽ കുഴപ്പം സൃഷ്ടിക്കാൻ US-ഉം ശിങ്കിടികളും എത്തുമെന്നും പശ്ചിമേഷ്യക്കറിയാം. അതിനാൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള, നിൽപ്പിന് കരുത്തേറ്റാനുള്ള നിങ്ങളിൽ വിശ്വാസം നഷ്ടമായിരിക്കുന്നു എന്ന് US-നോട് പറയാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെല്ലാം. ഇസ്രായേലുമായി US-ന്റെ സജീവ ശ്രമത്തിൽ അടുത്ത രാജ്യമായിരുന്നു സൗദി അറേബ്യ. ഗസ വംശഹത്യയോടെ സ്ഥിതി മാറി. ഫലസ്തീൻ പിറക്കാതെ സൗദി ഇനി ഇസ്രായേലിനോട് നയതന്ത്ര ബന്ധത്തിലേക്ക് ഉണ്ടാകില്ല. അതുകൂടി അറിഞ്ഞാണ് ഓരോ ഇടത്തും അവർ തീയെറിയുന്നത്. ഒന്നുറപ്പാണ്, ചുറ്റും തീയിട്ട് വെപ്രാളപ്പെട്ട് മടങ്ങുന്ന ഇസ്രായേലിന്റെ ഉള്ളിൽ ഭയം ഇപ്പോഴും തിങ്ങുന്നുണ്ട്. യമനിൽ നിന്ന് പോലും സൗദി അതിർത്തിയും പിന്നിട്ട് 1800 കിലോമീറ്റർ താണ്ടി ഇസ്രായേലിലേക്ക് ഇപ്പോഴും മിസൈലുകൾ എത്തുകയും പതിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഹോട്ടലിലും പോയ മാസം എയർപോർട്ടിലും അത് പതിച്ചു. എറിഞ്ഞ തീയും ചുട്ട ജീവനുകളും മറുപടിക്കായി എത്തുമെന്ന് ഇസ്രായേലിനറിയാം. ആ അരക്ഷിത ബോധമാണ് ഗസ വംശഹത്യ തുടരാനുള്ള കാരണവും. അതിനാൽ അവർ ചുറ്റുമിനിയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അത് കൊണ്ടറിഞ്ഞ അനുഭവത്തിലാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഇപ്പോഴുള്ള നീക്കങ്ങളെല്ലാം.